ഹായ് ഗായ്സ്, വെൽക്കം ടു ഡേ 2. യാ ഇപ്പം സമയം രാവിലെ 5 മണി. ഞങ്ങൾ എങ്ങോട്ടാ പോണേ? സിഗിരിയ റോക്ക്. അപ്പോൾ രാവണൻ്റെ കോട്ടയം എന്നൊക്കെ പറയുന്ന ഒരു സിഗിരിയ റോക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകാൻ പോണത്. അപ്പോൾ രാവിലെ ഇപ്പോൾ 5 മണിയായി. അപ്പോൾ ബാക്കി വിശേഷം പറയാം. രാവിലെ 5 മണിക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ ഇത്രയും നേരത്തെ ഇറങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സ്റ്റേ ചെയ്യണ സ്ഥലത്ത് നിന്ന് സിഗറിലോട്ട് ഒരു 2-2.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പോൾ ഇതാണ് ശ്രീലങ്കയിലെ കാൻഡിലമ്മ ലേക്ക്. അതെ, ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ സ്പിൽവേ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്പിൽവേ കൂടി വണ്ടി ഓടിച്ച് പോകാൻ പറ്റും കേട്ടോ. അത് നല്ല ഒരു ഇതാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതെ അതെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞ് ഇനി ഒരു ഹാഫ് ആൻ അവറിൽ നമ്മൾ അവിടെ മിക്കവാറും എത്തുമായിരിക്കും. ഓക്കെ, നമ്മൾ ഇതിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഹോട്ട് എയർ ബലൂൺ കണ്ട്. ആ ഹോട്ട് എയർ ബലൂണൊക്കെ കാണാൻ ഒരു സീനിക് ഒരു വ്യൂ ഉണ്ടായി. അത് അതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു കൂൾ ക്ലൈമറ്റും കൂടിയായിരുന്നു. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ടൈമിൽ. ഹായ്, അപ്പോൾ നമ്മളെവിടെ എത്തിയേക്കണേ? സിഗിരിയ റോക്ക്. അപ്പോൾ നമുക്ക് സിഗിരിയ റോക്കിലോട്ട് കയറാനായിട്ട് ചാർജസ് ഉണ്ട് കേട്ടോ, ടിക്കറ്റ് ചാർജസ് ഉണ്ട്. അപ്പോൾ സാർക്ക് കൺട്രീസിൻ്റെ അണ്ടറിൽ വരുന്ന കൺട്രീസിനാണെങ്കിൽ $20, ബാക്കി ഉള്ള കൺട്രീസിന് US, യൂറോപ്പ് അവർക്കൊക്കെ $30 വന്നത്. പിന്നെ ലോക്കൽസിന് 100 ശ്രീലങ്കൻ രൂപ മാത്രം. ഇനി നമുക്ക് കുറേ സ്റ്റെപ്സ് കയറാനുണ്ട്. 1002 സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഇനി സ്റ്റെപ്സ് കയറാം. അതെ, അപ്പോൾ ഈ കാണുന്ന ഈ സ്റ്റെപ്പൊക്കെ എല്ലാം മാർബിൾ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് കാല് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം വിട്ടില്ല അതിനെല്ലാം. അപ്പോൾ ഈ സിഗിരിയ റോക്ക് എന്ന് പറയുന്ന സ്ഥലമില്ലേ, ശരിക്കും പറഞ്ഞാൽ ഒരു രാജകൊട്ടാരമായിരുന്നു. ഓക്കെ, കശ്യപ രാജാവിൻ്റെ രാജകൊട്ടാരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ആ രാജസ്ഥാനമൊക്കെ ഒഴിഞ്ഞ് ഇവിടെ ആളില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ബുദ്ധിസ്റ്റ് മോങ്സ് വന്ന് ഇവിടെ സെറ്റിലായി. അപ്പോൾ ഈ ഇങ്ങനെ കെട്ടിയേക്കണ കണ്ടില്ലേ, ഇങ്ങനത്തെ കുറേ റിമെയിൻസ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ പണ്ട് ഇവിടെ വന്ന് ഇവിടെ എന്താ പറയുക, ധ്യാനത്തിനും പിന്നെ ഈ മതത്തെക്കുറിച്ച് പഠിക്കാനൊക്കെ വന്ന് ഒക്കെ ഇരുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞത്. കണ്ടോ ഗൈസ്, ഇതാണ് സിഗിരിയ റോക്ക്. ഓക്കെ, നമ്മളിപ്പോൾ മലയുടെ അടിവാരത്താണ് ഇപ്പോൾ എത്തിയേക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 1 മണിക്കൂറോളം എടുക്കും മലയുടെ പൊക്കത്തെത്താനായിട്ട്. പിന്നെ കഴിവതും രാവിലെ വന്നൊരു 7:30 മുന്നെയോ അല്ലെങ്കിൽ 8 മണിക്ക് മുന്നേ വന്ന് കയറി തുടങ്ങണമായിരിക്കും നല്ലത്. കാരണം നമ്മുടെ കേരളത്തിൽ പോലെ തന്നെ ക്ലൈമറ്റ് അവിടെ. അപ്പോൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ് നല്ല ചൂടാവും, അതിനനുസരിച്ച് തിരക്കും വരും. അപ്പോൾ നല്ല ഡിലേ എടുക്കും, 1 മണിക്കൂറിന് മേലെടുക്കും നമുക്ക് പൊക്കത്ത് എത്തിച്ചേരാനായിട്ട്. നമുക്കിനി അപ്പോൾ കുറച്ച് സ്റ്റെപ്സും കൂടി കയറാനുള്ളൂ. പക്ഷേ നമ്മൾ ഇതുവരെ കയറിയ സ്റ്റെപ്സ് പോലെയല്ല, ഇനിയുള്ള സ്റ്റെപ്സ് കുറച്ച് സ്റ്റീപ്പാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ റോക്കിന് സിഗിരിയ ലയൺ റോക്ക് എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ കണ്ടില്ലേ 2 പോസ്. അത് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, അത് ഒരു ലയണിൻ്റെ പോ പോലെ ഇരിക്കണം എന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം.
ഗൈസ് അപ്പോൾ സ്റ്റെപ്സ് കണ്ടില്ലേ, ഈ പാറയുടെ സൈഡിൽ കൂടെ ഉള്ള ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പിന്നീട് ഒരു 1990s ഉണ്ടാക്കിയ സ്റ്റെപ്പാണ് ഇത്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫൈനൽ കുറച്ച് സ്റ്റെപ്സ് ഇല്ലേ, ഇത് കയറാനും ഇറങ്ങാനും ഒരേ വഴിയാണ്. അപ്പോൾ തിരക്കൊക്കെ കൂടിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കയറാനും ഉണ്ടാവും, കുറേ ആൾക്കാർ ഇറങ്ങാനും ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റെപ്പ് നല്ലോണം ഇളകും, അപ്പോൾ നമുക്ക് ശരിക്കും പേടിയാകും. ഗായ്സ്, ഞങ്ങൾ സെഗറിയ റോക്സ് കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. നല്ല വെയിലും നല്ല ചൂടുണ്ട്. ഗൈസ്, ഇതാണ് സെഗറിയ റോക്കിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഗൈസ്, ഇതാണ് സിഗിര റോക്കിലെ പാലസ് കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മൾ പോകുമ്പോൾ സ്വിമ്മിങ് പൂള്, ഡാൻസിങ് ഹാൾ അതൊക്കെയാണ് ഇവിടെ. ഗൈസ്, ഒരു വ്യൂ പോയിന്റ് കേട്ടോ. നമ്മൾ പാറക്കെട്ടിന് മുമ്പിലേ ഉള്ളൂ. ഇത് അവിടെ ഉള്ളത് കാണിച്ചു തരാം അങ്ങോട്ട്. ഇത് എന്തൊക്കെയോ റൂമും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഈ കെട്ടിയൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഇതാണ് ഗൈസ് നടന്നു വന്ന വഴി. നമ്മൾ അടിയിൽ നിന്ന് നടന്നു വന്നില്ലേ, അതാണ് ഈ വഴി. പിന്നെ ഇത് ഒരു സ്വിമ്മിംഗ് പൂളാണ് ഈ പാറക്കെട്ടിന് മേലുള്ളത്. ഇത് വലിയൊരു സ്വിമ്മിംഗ് പൂളാണിത്. പിന്നെ ഇതാണ് കിങ്സ് ത്രോൺ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതിയെ താഴോട്ട് ഇറങ്ങിട്ടോ. ഗൈസ്, ഞങ്ങൾ ഈ സ്പൈറൽ സ്റ്റെപ്സ് കയറി കേവ് പെയിൻറ്റിങ് കാണാൻ പോവുകയാണ്. ഇത് കണ്ടോ ഗൈസ്, ഇത് മൊത്തം കയറിയാൽ നമുക്ക് കേവ് പെയിൻറ്റിങ് കാണാം. കേവിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഇത് ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഇമേജസ് ആണ്. ഇത് തന്നെയാണ് കേവിൻ്റെ അകത്തുള്ളത് കേട്ടോ. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കണ്ട കാഴ്ച ഇതാ. ഒരു ചേട്ടൻ മലമ്പാമ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, അത് എല്ലാവരുടെയും തോളത്തിട്ട് കൊടുക്കണം. അപ്പം ഞങ്ങളും വിചാരിച്ച് എന്നാൽ ഒരു കൈ നോക്കിയാലോ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ പാമ്പുകളെ നല്ല പേടിയാണ്. അതവളുടെ മുഖത്തുകൊണ്ട് കാണാൻ. ചിരിക്കേ, കുഴപ്പമില്ല, വേഗം എടുക്കുന്നുണ്ട്. വെക്ക് പക്ഷെ എനിക്കത്ര വലിയ പേടിയൊന്നും തോന്നില്ല കേട്ടോ. എന്തോ നമ്മുടെ സ്കിന്ന് കുറച്ച് ഹാർഡായ പോലെ അത്രേ എനിക്ക് തോന്നിയുള്ളൂ, വേറെ ഒന്നും തോന്നിയൊന്നുമില്ല. ഞങ്ങളപ്പോൾ സിഗറിയ റോക്കിലെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. ഇനി നമുക്കൊരു ശ്രീലങ്കൻ വില്ലേജ് ടൂർ കാണാൻ പോയാലോ? അപ്പോൾ ഈ വില്ലേജ് ടൂർ തുടങ്ങണത് എവിടെയെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു കാളവണ്ടിയിലാണ്. ഈ കാളവണ്ടിയിൽ ചെറിയൊരു യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ലേക്കിലോട്ട് പോകും. ആ ലേക്കിൽ ചെറിയൊരു ബോട്ട് റൈഡ് ഉണ്ട് നമുക്ക്, അതായത് ഒരു 10-15 മിനിറ്റ് ബോട്ട് റൈഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ടിപ്പിക്കൽ ശ്രീലങ്കൻ വീട്ടിലോട്ട് നമ്മൾ പോകും. അവിടെ ഒരു ലഞ്ച് ഉണ്ട്, അവരുടെ തനതായ വിഭവങ്ങളൊക്കെ ആയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ടുക് റൈഡ് എന്ന് കേട്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഓട്ടോറിക്ഷ അത് തന്നെ. All of them the paddy cultivation. Okay. That kind of we are used transportation and paddy cultivation. We use this kind of bullock cart. Yes. Before 18, like before Yeah, British. Before British, yes. നമ്മൾ ഇനിയിപ്പോൾ ബോട്ടിങ്ങിന് പോകാൻ പോകുകയാണ് ഗായ്സ്.
വെറുതെ ആ അപ്പൂപ്പൻ എൻ്റെ ഭാര്യ അടുത്ത് വഞ്ചി തുഴയണ്ടോന്ന് ചോദിച്ചാൽ അപ്പം തന്നെ പോയി കയറിയിരുന്നു. അതെ, ചേട്ടനും നെയ്യും കൂടി വൈബ്. മര്യാദ തുടങ്ങട്ടെ, ഇടിക്കില്ലേ. ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണെന്ന് ഡ്രൈവർ ചേട്ടനെ അറിയാവുന്ന, അപ്പോൾ സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തായിരുന്നു. അതാണിത്. First anniversary from Sri Lanka. Yeah. You're marrying again. Yeah, you're marrying again. It's king. അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഒരു ടിപ്പിക്കൽ ശ്രീലങ്കൻ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ അവരുടെ ഒരു ട്രഡീഷണൽ കോസ്റ്റ്യൂം പോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച്, പിന്നെ ആ ചേച്ചി അവരുടെ കൾച്ചറിനെ കുറിച്ചും അവരുടെ ഭക്ഷണ രീതികളെ കുറിച്ചൊക്കെ ഞങ്ങളോട് പറഞ്ഞ്. വീട്ടിൽ പണിയെടുക്കാത്ത എൻ്റെ ഭാര്യ അതെ ശ്രീലങ്കയിൽ പോയിട്ട് തേങ്ങ തരണം. You can try to what we call dry fish. പിന്നെ അത് ഇതൊക്കെ ഇട്ട വിഭവങ്ങൾ: ചോറ്, തേങ്ങാച്ചേറി, വെണ്ടക്ക, വഴുതനങ്ങ, പരിപ്പ്, ചമ്മന്തി, പിന്നെ മീൻ വറുത്തത്. ഈ ചമ്മന്തിയാണ് നേരത്തെ അരകല്ല് അരച്ചത്. പിന്നെ ഇതാണ് കപ്പപ്പൊടിയുടെ പപ്പടം. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ പോയത് ഒരു ടുക് റൈഡിനാണ്. ഈ ടുക് റൈഡും കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ വില്ലേജ് ടൂർ അവസാനിക്കും. അപ്പോൾ ഈ വില്ലേജ് ടൂർ ഒരാൾക്ക് വന്നത് $15 ആണ്. പക്ഷേ ഈ $15 എല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമ്മളിപ്പോൾ ജംഗിൾ സഫാരിക്ക് പോവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇന്നത്തെ ദിവസത്തെ. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ജംഗിൾ സഫാറിയാണ്. അപ്പോൾ ആനകളുള്ള നാടാണല്ലോ ഈ ശ്രീലങ്ക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തെക്കാട്ടും കുറച്ച് കൂടുതൽ ആനകൾ ഇവിടെയുണ്ട്. അപ്പോൾ ആ ആനേനെ സ്പോട്ട് ചെയ്യാനും കുറേ വൈൽഡ് ആനിമൽസിനെ കാണാനും ഒക്കെ പറ്റും ഈ ജംഗിൾ സഫാരിയിൽ. കുറേ ബുദ്ധിമുട്ടായ വഴികളും കുണ്ടും കുഴിയും എല്ലാമൊക്കെ നിറഞ്ഞ വഴികളാണ് ഇതെല്ലാം. Okay, mali mate. Atpetiya ini, mate. Atpetiya ini malu minum, mali. Itu pasti atpetiya. Hi, my baby. Male one. Hi, my baby. Oh. Don't afraid, okay? Don't afraid. Don't afraid. After one. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ കേട്ടോ, മിസ്റ്റർ ഒസം. സൂപ്പർ മനുഷ്യനാണ് നിങ്ങൾ.
അപ്പോൾ അതേ പോണ വഴി കണ്ടതാണ് എലിഫൻറ്റ് റോക്ക്. ശരിക്കും നമ്മുടെ ഒരു ആനപ്പുറം പോലെ ഇരിക്കണല്ലേ ഇത്. അപ്പോൾ ഇതോടെ ഞങ്ങളുടെ ജംഗിൾ സഫാരി അവസാനിച്ചു. ഓവറോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 1.5 മണിക്കൂറോളം ഉണ്ടായി ഞങ്ങൾക്ക് ഈ സഫാരി. ഇത് റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ പെർ ഹെഡ് $20 ആയിരുന്നു റേറ്റ്. പിന്നെ കാട്ടിൽ നിന്ന് നമ്മൾ നേരെ റോഡ് കയറി കുറച്ച് നേരം ഓപ്പൺ എയറായിട്ട് വണ്ടിയിൽ കയറി നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിരുന്നു നമുക്ക്. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ Day 2 ഇൻ ശ്രീലങ്ക. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഗായ്സ്.